നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല, എനിക്കൊന്നും രക്ഷപ്പെടാൻ പറ്റാത്തത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ആക്ച്വലി സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞ കാര്യമാണ്, നമ്മൾ നെഗറ്റീവായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത്. നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിക്കുകയും നെഗറ്റീവ് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത്. നമ്മൾ ഇതുപോലത്തെ ഒരു വെള്ള കടലാസ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഇതിലെന്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ കാണുന്നത് ആ കറുത്ത നിറത്തിലെ കുത്താണ്. എന്നാൽ ശരിക്കും ആ വെള്ള കടലാസ്, ഇത്രയും വലിയൊരു വെള്ള കടലാസ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ആ കറുത്ത കുത്താണ്. ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിലും അതിലെന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റുണ്ടോ? നല്ലൊരു സദ്യ കഴിച്ചിട്ട് ശേഷം ഒരു പപ്പടം കരിഞ്ഞു പോയി, ഇല്ലെങ്കിൽ പായസം നല്ല അടപ്രദമായിരിക്കും, അതിലിട്ട് തേങ്ങ കരിഞ്ഞുപോയി, അവർ പറയുന്നത് അതിന് കുറ്റമായിട്ടായിരിക്കും. കല്യാണത്തിൽ കഴിഞ്ഞു സാമ്പാർ ശരിയായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ രക്ഷപ്പെടാത്തത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ നന്മകളിൽ, കുറ്റങ്ങളുണ്ടാവും, കുറ്റങ്ങളില്ലാത്തൊരാരും ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ നന്മകൾ മാത്രം, പോസിറ്റീവ് സൈഡ് മാത്രം നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നെഗറ്റീവ് സംസാരിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നെഗറ്റീവായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുകയും ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾക്കെല്ലാവർക്കും നല്ലൊരു നന്മയുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടന്നെത്താൻ സാധിക്കും. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.